മാനവരക്ഷകനായി മനസ്സിൽ മായാരമരുന്നു നീ സൗഖ്യത്തിനൊളിയായി ദുഷ്ടരെയൊക്കെ എടുക്കുന്നു നീ കടമറ്റത്തച്ഛൻ കടമറ്റത്തച്ഛൻ മണ്ണിലും വിണ്ണിലും മാന്ത്രിക കേമനായി വന്നു വന്നു കടമറ്റത്തച്ഛൻ കടമറ്റത്തച്ഛൻ ഭൂതവും പ്രേതവും ഭൂതലെ പോക്കുവാൻ വന്നു വന്നു കടമറ്റത്തച്ഛൻ കടമറ്റത്തച്ഛൻ ജീവവീതിയിൽ ഒരു ദേവദൂതനായി നാവുവാട്ടിടും ഏകാന്തയാത്രികൻ മിന്നും പൊന്താരം ഈ മണ്ണിൽ പുണ്യം തുള്ളിത്തൂവി മാന്ത്രിക നായകനായി കടലായി കാറ്റായി അണയുന്നു നീ മാനവരക്ഷകനായി മനസ്സിൽ മായാരമരുന്നു നീ സൗഖ്യത്തിനൊളിയായി ദുഷ്ടരെയൊക്കെ എടുക്കുന്നു നീ കടമറ്റത്തച്ഛൻ കടമറ്റത്തച്ഛൻ പാലപ്പൂവിൽ മന്ത്രമുണർത്തും ബാധകളെല്ലാം ഓടിയൊളിക്കും കോലങ്ങൾ മായുന്നു ഏഴാം യാമത്തിൽ ദീപന്തങ്ങൾ ആടിപ്പടരും വ്യാധികളെല്ലാം ആടിയൊഴുകും ദുരിതങ്ങൾ തീരുന്നു ഭൂവിൻ ഹൃദയത്തിൽ വൈദിക ദർശനമായി ആമോദക്കുളിരായി കഥനങ്ങൾ അകലുന്നേ എന്നും ശാന്തി പകർത്തുന്നേ മാന്ത്രിക നായകനായി കടലായി കാറ്റായി അണയുന്നു നീ മാനവരക്ഷകനായി മനസ്സിൽ മായാരമരുന്നു നീ സൗഖ്യത്തിനൊളിയായി ദുഷ്ടരെയൊക്കെ എടുക്കുന്നു നീ കടമറ്റത്തച്ഛൻ കടമറ്റത്തച്ഛൻ മാന്ത്രിക നായകനായി കടലായി കാറ്റായി അണയുന്നു നീ മാനവരക്ഷകനായി മനസ്സിൽ മായാരമരുന്നു നീ സൗഖ്യത്തിനൊളിയായി ദുഷ്ടരെയൊക്കെ എടുക്കുന്നു നീ കടമറ്റത്തച്ഛൻ കടമറ്റത്തച്ഛൻ എന്താ എന്തു പറ്റി? അച്ചോ, ഇയാളെ വഴിയിൽ ബോധമില്ലാതെ കിടക്കായിരുന്നു. ഞങ്ങൾ വൈദ്യശാലയിലേക്ക് കൊണ്ടുപോവാണ് അച്ഛൻ. ഇത് വാസുദേവനല്ലേ? ഇവിടെ കിടത്തിക്കോളൂ, ഞാനൊന്ന് നോക്കട്ടെ. ശരി അച്ചോ. ഇയാൾക്കിത് എന്നാ പറ്റിയതാ? ദേഹം മുഴുവൻ ചതവും മുറിവാണല്ലോ. അതെ അച്ചോ. അച്ചോ, കുറച്ച് വെള്ളം കിട്ടുന്നതിന് മുഖത്ത് തളിച്ചു നോക്കായിരുന്നു. വെള്ളത്തിനിപ്പോ എവിടെ പോവാനാ? വാസുദേവ, അച്ചോ, അച്ചോ, എന്താ വാസുദേവ സംഭവിച്ചത്? വഴിയിൽ ബോധം നഷ്ടപ്പെട്ട് കിടന്ന വാസുദേവനെ ഇവരാ കൊണ്ടുവന്നത്. നന്ദിയുണ്ട് എല്ലാവരോടും. എന്നെ കത്തനാരച്ഛന്റെ അടുത്ത് എത്തിച്ചല്ലോ. എന്നാ ഞങ്ങൾ പൊയ്ക്കോട്ടെ അച്ചോ. ആയിക്കോട്ടെ, വാ. ഇനി നിങ്ങൾ പൊയ്ക്കോളൂ. വാസുദേവനെ ഞാൻ നോക്കിക്കോളാം. ശരി അച്ചോ. വാസുദേവ, എന്താ സംഭവിച്ചത്? അച്ചോ, അത് പറയുകയാണെങ്കിൽ ആരും വിശ്വസിക്കില്ല അച്ചോ. അത്രയ്ക്ക് ഭയാനകവാ. ഞാനും എന്റെ സാവിത്രിയും കൂടെ കച്ചവടത്തിന്റെ ഒരു ആവശ്യത്തിനായി ചിത്തിരദേശം വരെ പോവുമായിരുന്നു. അവിടെ വച്ച് ഞങ്ങളെ രണ്ടുപേരെയും കുറച്ച് അപൂർവ മനുഷ്യർ പിടികൂടി. ഉയരം കുറഞ്ഞ ചെറിയ മനുഷ്യർ. ചെറിയ മനുഷ്യരും? അതെ അച്ചോ. അവർ ഞങ്ങളെ രണ്ടുപേരെയും അവരുടെ താവളത്തിലേക്ക് കൊണ്ടുപോയി. കാഴ്ചയിൽ ഉയരമില്ലെങ്കിലും അവർ ശക്തന്മാരായിരുന്നു അച്ചോ. എന്തൊക്കെയോ മന്ത്രസിദ്ധി ഉള്ളവരാ അവര്. അവരുടെ തലവത്തിയായി തലയെടുപ്പുള്ള, അത് അവരെ പോലെയല്ല, നല്ല ഉയരമുള്ള ഒരു സ്ത്രീ. അതൊരു പ്രത്യേക സ്ഥലവാച്ചോ. ചുവന്ന മണ്ണ് നിറഞ്ഞ പ്രദേശം. ചുവന്ന മണ്ണുള്ള സ്ഥലവും?
അതേ അച്ചോ, രക്തം വീണ് ചുവന്നതാണെന്നാ അവര് പറഞ്ഞു കേട്ടത്. അവരുടെ യജമാനത്തി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു ഭയങ്കരിയാ. എന്റെ ഭാര്യ സാവിത്രി ഇപ്പൊ അവരുടെ തലവറയില്ല. കത്തനാരച്ഛനെ അവർക്ക് നന്നായി അറിയാം. അച്ഛനോട് അവർക്ക് അടക്കിയാ തീരാത്ത പകയുണ്ടച്ചോ. എന്നോട് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത എന്നോട് അവർക്ക് എന്നതിനാ പ്രതികാരം? അതാണച്ചോ എനിക്കും അറിയാൻ പറ്റാത്തത്. എന്താണെന്നറിയില്ല, അവരുടെ ലക്ഷ്യം അച്ഛനാ. അച്ഛനെ കീഴ്പ്പെടുത്തുക എന്ന മന്ത്രം മാത്രമേ അവരുടെ ചുണ്ടുകളിലുള്ളൂ. എന്റെ തമ്പുരാൻ കർത്താവേ, നേരിൽ കണ്ടിട്ടില്ലാത്തവർ തമ്മിൽ ശത്രുതയും. അച്ചോ, അവർക്ക് മനുഷ്യവർഗത്തോട് തന്നെ പകയാ. എല്ലാവരെയും കൊന്നൊടുക്കുമെന്ന് പറഞ്ഞത് ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടച്ചോ. വാസുദേവ, എനിക്കിപ്പോ ഒന്നുറപ്പായി. ദേശത്ത് വന്ന് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് അവരാണ്, ആ വിചിത്ര മനുഷ്യർ. ആ കോട്ടയെ പറ്റിയും ആ ദേശത്തെ പറ്റിയും നന്നായിട്ട് അറിയാവുന്നത് വാസുദേവനാണ്. അവിടെ അവരുടെ അടുത്തേക്ക് എനിക്ക് ചെന്നേ മതിയാവും. അതിന് വാസുദേവന്റെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. അച്ഛനോടൊപ്പം എന്തിനും ഞാനുണ്ടാവും. എന്റെ സാവിത്രി അവരുടെ താവളത്തില, അവളെ രക്ഷിക്കണം അച്ഛോ. ഈ അവസ്ഥയിൽ വാസുദേവനെയും കൊണ്ട് അത്ര ദൂരം പോകുന്നത് ഉചിതമല്ല. അടുത്തുള്ള വൈദ്യശാലയിൽ വാസുദേവനെ ഞാൻ കൊണ്ടാക്കാം. വേണ്ടച്ചോ, എന്റെ സാവിത്രി ഇല്ലാതെ ഞാൻ. സാവിത്രിക്ക് ഒന്നും സംഭവിക്കില്ല. വാസുദേവന് ഞാൻ വാക്ക് തരുന്നു. ആദ്യം ചികിത്സ, അത് കഴിഞ്ഞു മതി വാസുദേവന്റെ യാത്ര. ശരി അച്ഛോ. വന്നു. ഈ കാണുന്ന ഒരിടത്തിന് അതിന് ഇത് അവിടെ നോക്കാം. ആ തെങ്ങിന്റെ അപ്പുറത്ത് അവിടെ പിന്നെ അതിന്റെ അപ്പുറത്തുണ്ട്. ഇത് എത്രയുണ്ടെന്നാ ജോണി പറഞ്ഞത്? അല്ല, അത് ഈ വീടും പുരയിടവും എല്ലാം കൂടി ഒരു ഈ പുരയില് അല്ലറ ചില്ലറ പണിയുണ്ട്. അതൊന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നാ. അതിനിവിടെ അത്രത്തോളം പണിയൊന്നും ഇല്ലല്ലോ. അതെ, ശരി. അപ്പൊ എന്നെക്കാൾ നിശ്ചയം നിനക്കാണോ? പണിയില്ലാണ്ട് വെറുതെ ഞാൻ ഇയാളെ വിളിച്ചോണ്ട് വരേണ്ട കാര്യമുണ്ടോ? ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. നീ ആദ്യം കുറച്ച് വെള്ളം എടുത്തോണ്ടോ, വല്ലാണ്ട് ദാഹിക്കുന്നു. സംഭാരാവല്ലേ? ആയിക്കോട്ടെ. സംഭാരം ആയിക്കോട്ടെ. ഇത് വിൽക്കുന്ന കാര്യം ഞാൻ അവളെ അറിയിച്ചിട്ടില്ല. അയ്യോ, അതിന്റെ കാര്യം ഉണ്ടായിരുന്നു. അവരും കൂടെ അറിഞ്ഞിരിക്കേണ്ടതല്ലേ? അതിനൊക്കെ ഇനിയും നേരമുണ്ടല്ലോ. പിന്നെ ഈ പുരയുടെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉടനെ വാങ്ങണം. ഒത്തിരി പേര് വാങ്ങാൻ നിൽപ്പണ്ടേ? വാങ്ങാൻ വേണ്ടി തന്നെയാണല്ലോ ജോണി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം വസ്തു ആരുടെ കയ്യിലാണോ അവരോട് മാത്രമേ എനിക്ക് കാര്യമുള്ളൂ. പിന്നെ ഈ വീട് എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് തന്നെ വാങ്ങാനും ഞാൻ തയ്യാറാ. പക്ഷെ വിലയുടെ കാര്യത്തിൽ അല്പം മാറ്റമൊക്കെ വരുത്തണം. കച്ചവടമാകുമ്പോ അങ്ങനെയൊക്കെയാണല്ലോ. വലിയ മാറ്റമൊന്നും പറ്റില്ല. എന്നാലും എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. അപ്പൊ വാങ്ങാൻ തീരുമാനിച്ചല്ലോ. അതെന്താ ജോണി അങ്ങനെ പറയുന്നത്? ഞാൻ പറഞ്ഞില്ലേ, വാങ്ങാൻ ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പോ എത്രയും പെട്ടെന്ന് നമുക്ക് ഇതങ്ങ് നടത്തണം. ആയിക്കോട്ടെ, എന്നാ ശരി. ഓ ശരി. അങ്ങനെ ഇതിനൊരു തീരുമാനമായി. കർത്താവായ യേശുവേ, ദേശത്ത് ജനങ്ങൾക്ക് പേടി സ്വപ്നമായിരിക്കുന്ന ആ ദുഷ്ടശക്തിയുടെ താവളം തിരക്കിയുള്ള യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് ഞാൻ. അവിടുത്തെ എല്ലാവിധ അനുഗ്രഹവും എനിക്കുണ്ടാകണമേ തമ്പുരാനെ. മാധുര്യവാനും ആശ്വാസദായകനുമായ പരിശുദ്ധാത്മാവേ, അങ്ങ് എഴുന്നള്ളി വന്ന് ഞങ്ങളിൽ നിറയണമേ. ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയെ സ്നേഹാഗ്നിയാൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുകയും ദിവ്യവരദാനങ്ങളാൽ സമ്പന്നമാക്കുകയും ചെയ്യണമേ. ഏകാഗ്രതയോടും ഭക്തിയോടും കൂടി പ്രാർത്ഥിക്കുവാൻ സഹായിക്കണമേ. കർത്താവേ, അടിയൻ പുറപ്പെടുകയാണ്. അവിടുത്തെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകണമേ. കുഞ്ഞ് നമ്മുടെ കൂട്ടായപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. വിശക്കുമ്പോ കുഞ്ഞിന് എന്തെങ്കിലും ഒപ്പിച്ചും തരും. അതെ അതെ. അപ്പൊ ഞാൻ നിങ്ങളുടെ കൂടെ വന്നപ്പം നിങ്ങൾക്ക് സന്തോഷമായല്ലേ? അതെ, ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി. എന്താ കുഞ്ഞാ, എന്ത് പറ്റി? അതെ, ചെറിയൊരു മൂത്രശങ്ക. കുഞ്ഞാ മൂത്രമൊക്കെ ഒഴിക്കൂ. പിന്നെ
സ്വർണ്ണക്കല്ല് തന്നെ ആവോ അതോ പറ്റിക്കാനായിട്ട്? ഏതായാലും എടുക്കാം. സ്വർണ്ണക്കല്ല് തന്നെ ആണോ? ഉരച്ചു നോക്കുക തന്നെ. ഭയക്കണ്ട, ഞാൻ നിങ്ങളുടെ ചങ്ങാതിയാണ്. ഈ കല്ല് നെഞ്ചോട് ചേർത്ത് വെച്ച് കാച്ചാ പൂച്ച പൂച്ച എന്ന് പറഞ്ഞാൽ എന്റെ ശക്തി നിങ്ങളിലേക്ക് വരും. ഈ കല്ലിന് നീയാണ് ഉടമ. നിന്റെ ഏതാഗ്രഹവും സാധിക്കും നിഷ്പ്രയാസം. ഈ കല്ല് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. ചങ്ങാതി, ഈ ചങ്ങാതി വെച്ച് ഞാനൊരു കളി കളിക്കും. ജോണിച്ചായ, എനിക്കൊരു കാര്യം അറിയാനുണ്ട്. എന്താ അറിയേണ്ടത്? ജോണിച്ചായൻ ഈ പുരയിടം വിൽക്കാൻ തുടങ്ങുകയാണോ? അതെ. എന്താ? ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എന്റെ ഈ പുരയിടം വിൽക്കാൻ നിന്റെ സമ്മതം എനിക്കെന്തിനാടി? എന്റെ പുരയിടോ അപ്പച്ചന്റെ അമ്മച്ചിയുടെ കയ്യിൽ നിന്നും നിർബന്ധപൂർവ്വം എഴുതി വാങ്ങിയിട്ട് ഇപ്പൊ സ്വന്തമായോ? ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാ അപ്പച്ചനും അമ്മച്ചി ഇച്ചായന്റെ പേരിൽ എഴുതി വെച്ചത്. അതുകൊണ്ട് ഇത് വിൽക്കാമെന്ന മോഹം മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് മറക്കുന്നേ നല്ലത്. എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ എന്നെ സമ്മതിക്കില്ല. എനിക്കെതിരെ പറയാൻ മാത്രമല്ലേ? സമ്മതിക്കില്ല. എന്നെ കൊന്നാലും ഞാനിതിന് സമ്മതിക്കില്ല. തർക്കുത്തരം പറയുന്നോടി. ഇന്ന് നമ്മൾ വളരെ സന്തോഷത്തിലാണ്. കാരണം എന്താണെന്ന് അറിയോ? നമ്മോടൊപ്പം ഇനി ഭൂതവും ഉണ്ടാവും. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. എന്ത് വേണമെങ്കിലും ഞാൻ ഇന്ന് സാധിച്ചു തരും. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ വിശപ്പ് മാറ്റാൻ എന്തെങ്കിലും ആഹാരം തരുമോ? പിന്നെന്താ, എല്ലാവരും കഴിക്കാൻ തയ്യാറായിക്കൊള്ളൂ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇവിടെ വരട്ടെ. അത് കണ്ടു. നമുക്കെല്ലാവർക്കും ആവശ്യാനുസരണം എടുത്ത് കഴിക്കാം. സ്വർണ്ണക്കല്ല് കിട്ടിയതുകൊണ്ട് നമുക്ക് ആഹാരത്തിന് മുട്ടില്ല. നമ്മളിപ്പോ സന്തോഷിക്കുന്നു. എന്നാലും നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന അന്നയെ കുറിച്ച് ഒരറിവും ഇല്ലല്ലോ. അതേ കുഞ്ഞ, അന്നെ എങ്ങനെയെങ്കിലും നമ്മൾ തേടി കണ്ടെത്തണം. കണ്ടെത്താം. അതിനുവേണ്ടിയുള്ള യാത്രയാണല്ലോ നമ്മുടേത്. നമുക്ക് അന്വേഷണം തുടരാം.
മോളിക്കൂടെ 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 കർത്താവേ, ഇവിടെ നീ ചത്തുപോയോ? മോളിക്കൂടെ മോളിക്കൂടെ ശ്വാസമുണ്ട്, മരിച്ചിട്ടില്ല. ഞാൻ കരുതി നീ മരിച്ചു കാണുമെന്ന്. ഇച്ചായന്റെ ആ പ്രതീക്ഷയും പോയല്ലേ? ആ, പിന്നെ ഒരു കാര്യം പറയാം. നമ്മളിവിടെ നിന്ന് പോകുന്നു. എവിടേക്ക്? എന്റെ മാളികയിലേക്ക്. അതെന്താ ഇപ്പൊ ഇങ്ങനെ? ഞാൻ എങ്ങോട്ടേക്കും വരുന്നില്ല, ഇവിടെ താമസിക്കുന്നേ ഉള്ളൂ. ആ, കണ്ടവരുടെ പുരയിടത്തിൽ താമസിക്കാൻ നമുക്ക് കഴിയോ? കണ്ടവരുടെ പുരയോ? ആ, അതെ, ഈ പുര ഞാൻ വിറ്റ് കഴിഞ്ഞു. എന്താ ജോണിച്ചായൻ പറഞ്ഞത്? ഇത് വിറ്റുന്നോ? അതെ, വിറ്റു. പിന്നെ എന്റെ പേരിലേക്ക് ഇത് എഴുതി വാങ്ങിയത് വെറുതെ ആണെന്ന് കരുതിയോ? ജോണിച്ചായ എന്ത് ദ്രോഹമായി കാട്ടിയത്! എന്റെ അപ്പച്ചൻ പാടത്തും പറമ്പലും പണി ചെയ്തുണ്ടാക്കിയതാ ഈ പുര, അതറിയോ? എഴുതി കൈ കിട്ടുന്നതിന് മുൻപ് നിങ്ങൾ ഇത് വിറ്റു കളഞ്ഞല്ലോ. കർത്താവേ, ഞാനാണല്ലോ അപ്പച്ചനോട് പറഞ്ഞ് ഇത് നിങ്ങളുടെ പേരിൽ എഴുതിച്ചത്. എടി, എനിക്ക് പണത്തിന്റെ ആവശ്യം വന്നു, അതുകൊണ്ട് ഞാൻ വിറ്റു. കുറച്ച് ദിവസത്തിനകം ഇവിടുന്ന് ഇറങ്ങി കൊടുക്കണം. ഇല്ല, ഞാൻ ഇറങ്ങില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് എങ്ങോട്ടേക്കും വരില്ല. ആരുടെ കയ്യിൽ നിന്നാണോ ജോണിച്ചായൻ പണം വാങ്ങിയത് അത് അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തേക്ക്. എന്റെ അപ്പച്ചന്റെ അമ്മച്ചിയുടെ കണ്ണീര് വീണ മണ്ണായത്. വാങ്ങിയത് ആരായാലും അവർക്ക് ഗുണം പിടിക്കില്ല. അവരുടെ ഗുണത്തിന്റെയോ ദോഷത്തിന്റെയോ ഒന്നും കാര്യം എനിക്കറിയേണ്ട ആവശ്യമില്ല. പറഞ്ഞ ദിവസം നമ്മൾ ഇവിടുന്ന് ഇറങ്ങി കൊടുക്കും. ഇനിയിപ്പം നീ ഇറങ്ങിയില്ലെങ്കിൽ അവര് നിന്നെ പിടിച്ച് പുറത്താക്കിക്കൊള്ളും. എന്തായാലും ഞാൻ പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞു. ഈ പുരയിടത്തിൽ നിന്ന് മാറി താമസിക്കാൻ നീ തയ്യാറായിക്കോ? വരൂ. എല്ലാരും ക്ഷീണിച്ചോ? ആ കുഞ്ഞ, വല്ലാണ്ട് ക്ഷീണിച്ചു. നമുക്ക് അല്പനേരം വിശ്രമിച്ചിട്ട് പോവാം. വിശ്രമിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ടിരിക്കാം. വന്നാട്ടെ, വന്നാ പോടെ.
യാത്രയുണ്ടല്ലോ, ആ ദുഷ്ടജന്തുക്കളെ കുടുക്കാനുള്ള തന്ത്രങ്ങളും കുതന്ത്രങ്ങളും മെനയാനുള്ള യാത്രയാണ്. യാത്രയ്ക്ക് വിഘ്നം വരുത്താൻ ശ്രമിക്കുന്ന നിന്നോട് ഈ കടമറ്റത്ത് കത്തനാർ ആജ്ഞാപിക്കുന്നു, വഴിമാറിപ്പോ.